അഭിവന്യ തിരുമേനിമാരെ, വന്യരായ കോറപ്പിസ്കോപ്പ അച്ഛന്മാരെ, ബഹുമാന്യരായ വൈദികരെ, ശമാശന്മാരെ, വന്യ ജോസഫ് കോറപ്പിസ്കോപ്പ അച്ഛൻ്റെ വല്യച്ഛൻ്റെ ദേഹ വിയോഗത്തിൽ ദുഃഖിതരായിരിക്കുന്ന കുടുംബാംഗങ്ങൾ, നമ്മുടെ വാഴമുട്ടം മോർ ഇഗ്നാത്തിയോസ് പള്ളി ഇടവകയിലെ എല്ലാ ഇടവകക്കാരും വന്നു ചേർന്നിട്ടുള്ള എല്ലാ ബന്ധുമിത്രാദികളും ഈ അവസരത്തിൽ ബഹുമാനം വന്യ കോറപ്പിസ്കോപ്പ അച്ഛനെ കുറിച്ചുള്ളതായ ചില നല്ല ഓർമ്മകൾ പങ്കുവെക്കുന്നതിന് മുൻപായി തന്നെ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഞാൻ ശുശ്രൂഷിക്കുന്നതായ സെയിൻറ്റ് മേരീസ് മലങ്കര സിറിയാക് ഓർത്തഡോക്സ് ചർച്ച് അറ്റ്ലാന്റയുടെയും എല്ലാ അനുശോചനങ്ങളും ആദ്യമേ അറിയിക്കട്ടെ. അച്ഛൻ്റെ ജീവിതം ഒരു വളരെ അനുഗ്രഹീതമായ ഒരു ജീവിതമായിരുന്നു. 97 വർഷക്കാലം ഈ ലോകത്തിൽ ജീവിക്കുവാനായി ദൈവം അച്ഛന് അവസരം നൽകി. ആ അവസരമൊക്കെയും അച്ഛൻ്റെ പൗരോഹിത്യ ജീവിതത്തിലും അതുപോലെ തന്നെ ഒരു ടീച്ചർ എന്ന നിലയിലും അച്ഛൻ വളരെ ഭംഗിയായി നിർവഹിച്ചിട്ടുണ്ട് എന്നുള്ളതിന് ഒരു ഉത്തമ സാക്ഷി കൂടിയാണ് ഞാനെന്ന് പറയുവാൻ എനിക്ക് സാധിക്കും. അച്ഛനെ ശമാശനായി ചെറുപ്പത്തിൽ എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ വളരെ ചെറുതായിരിക്കുന്ന സമയത്ത് തന്നെ അച്ഛൻ്റെ വിവാഹത്തിന് പോയി സംബന്ധിക്കുകയും പള്ളിയിൽ ഒരു ശമാശന്റെ വിവാഹം കാണുവാനായിട്ട് ആകാംക്ഷയോടെ പള്ളിയിൽ പോയി ആ വിവാഹത്തിൽ സംബന്ധിക്കുകയും അതിനുശേഷം അച്ഛൻ്റെ പട്ടംകുട കഴിഞ്ഞ് അച്ഛൻ ആദ്യമായി ഒരു പുത്തൻ കുർബാന ചെല്ലുന്നു എന്ന് കേട്ടപ്പോൾ പുത്തൻ കുർബാന അതിൽ സംബന്ധിക്കുവാനുള്ളതായ ആകാംക്ഷയോടെ ചെറിയ ബാലനായിരുന്ന ഞാൻ ഓടി ദേവാലയത്തിലെത്തിയതായ കാര്യങ്ങൾ ഓർക്കുകയാണ്. അതിനുശേഷം അച്ഛനോടുകൂടി അച്ഛൻ പലപ്പോഴും ആഴ്ചയിൽ ചില ദിവസങ്ങളിൽ സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞ് പ്രത്യേകിച്ച് രാവിലെ കുർബാനയെ ശുശ്രൂഷ ഉണ്ടെങ്കിൽ പള്ളിയിൽ താമസിക്കുന്നതായ അവസരത്തിൽ ബാലനായിരുന്ന ഞാനും അവിടെ പള്ളിയിൽ പോയി, അച്ഛൻ അവിടെ പള്ളിയിൽ കിടക്കുന്ന സമയത്ത് രാത്രിയിൽ പള്ളിയിൽ പോയി അവിടെ കടങ്ങേത്ത് ഉപ്പാപ്പൻ്റെ കൂടെ അവിടെ കിടന്നിട്ടുള്ളത് കാര്യം ഞാൻ ഓർക്കുകയാണ്. ചില സന്ധ്യകളിൽ ഞാൻ നേരത്തെ കിടന്നുറങ്ങും, സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞ് ഞാനും ഉറങ്ങും. അതിനുശേഷമായിരിക്കും അവരെ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് കിടക്കുന്നത്. ഒരു ദിവസം എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഞാൻ ഉറങ്ങുകയായിരുന്നു. എന്നെ അച്ഛൻ വന്ന് എഴുന്നേൽപ്പിച്ചിട്ട് വേഗം കൊണ്ടുപോയി മുഖം കഴുകിച്ച് പറഞ്ഞു, നീ ചോറുണ്ണാതാണ് കിടക്കുന്നത്, അതുകൊണ്ട് ഞങ്ങൾ ചോറ് കഴിക്കാൻ പോവാണ്, കുറച്ച് ചോറ് കഴിച്ചിട്ട് കിടക്കണം. നിർബന്ധപൂർവം എന്നെ, ഞാൻ കഴിച്ചിട്ടാണ് വന്നതെങ്കിലും എന്നെ നിർബന്ധപൂർവം അവിടെ കൊണ്ടുപോയി അവരുടെ കൂടെ ഇരുത്തി ഭക്ഷണം തന്നതായി ഞാൻ ഓർക്കുന്നുണ്ട്. പിന്നീട് ഉള്ളതായ അച്ഛൻ്റെ ഒരു ശിഷ്യനായി, സ്റ്റുഡൻ്റായി ഞാൻ മിഡിൽ സ്കൂളിൽ, അച്ഛൻ്റെ സ്കൂളിൽ പഠിക്കുന്നതായ സമയം അച്ഛനായിരുന്നു അവിടെ ഹെഡ് മാസ്റ്റർ. ഇംഗ്ലീഷ് 7ാം ക്ലാസ്സിൽ ഇംഗ്ലീഷ് അച്ഛനായിരുന്നു പഠിപ്പിച്ചിരുന്നത്. അവിടെ ഒരു സംഭവം എൻ്റെ മനസ്സിൽ ഇപ്പോഴും തിങ്ങി നിൽക്കുന്നുണ്ട്. അച്ഛനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു പോർഷൻ വായിക്കുവാൻ പറയുകയും ആ വായിക്കുന്ന ഭാഗം ഞാൻ ശരിയായ രീതിയിൽ അത് കംപ്ലീറ്റ് ആയിട്ട് വായിക്കാഞ്ഞതിൽ അച്ഛൻ പുറകിൽ കൂടി വന്ന് ശരിയായി തുടക്കൊരടി തന്നു. ആ അടി കിട്ടിക്കഴിഞ്ഞാണ് അച്ഛൻ പുറകിൽ നിന്നാണ് കേൾക്കുന്നതെന്ന് മനസ്സിലായത്. അതിനുശേഷം നോക്കി വായിക്കടാ എന്ന് പറഞ്ഞു. ഞാൻ അല്പം വാശി പിടിച്ച് വായിച്ചില്ല. എന്നെ പിടിച്ചിറക്കി ഒരു 3 അടിയും കൂടി കിട്ടും. ആ അടി തന്നതിന് ശേഷം അച്ഛൻ പറഞ്ഞു, ബാക്കിയുള്ള കാര്യം ഞാൻ ഉണ്ണുണിച്ചാനോട് പറയാം, അതെൻ്റെ ഫാദറിനോട്, എൻ്റെ അപ്പച്ചനോട് ഞാൻ പറഞ്ഞോളാമെന്നും പറഞ്ഞ് അവിടെ നിന്ന് അച്ഛൻ വിട്ടു. അത് ആ ഒരു വാക്ക് ഇന്നും എന്നും എൻ്റെ മനസ്സിലുണ്ട്, അത് മറക്കുകയുമില്ല. മോഡേൺ കൺവീനിയൻസസ് എന്നുള്ളതായ ഒരു വാക്കായിരുന്നു ഞാൻ തെറ്റിച്ച് പറഞ്ഞത്. അപ്പൊ അത് ഒരിക്കലും മറക്കാത്ത രീതിയിൽ മനസ്സിൽ തറച്ചു നിൽക്കുവാൻ തക്കവണ്ണം
അച്ഛൻ അതിനെ അരക്കിട്ട് ഉറപ്പിക്കുകയായിരുന്നു എന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി. ഇതിന് ശേഷം അച്ഛനെ ഞാൻ ഓർക്കുന്നത്, അച്ഛൻ സൺഡേ സ്കൂളിൽ ഞങ്ങളെയൊക്കെയും സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്നതായ സമയത്ത് പല ദിവസങ്ങളിലും അന്ന് പുസ്തകങ്ങൾ വളരെ വിരളമായിരുന്നതുകൊണ്ട് കെമ്പ്യായുടെയും എൽദോയുടെയും ഒക്കെയും രാത്രി പ്രാർത്ഥനകള്, അതിലെ ഗീതങ്ങള് വളരെ ഭംഗിയായി അതിൻ്റെ നിറവുകളിൽ ആ പാട്ടുകള് ചൊല്ലി പഠിപ്പിച്ചിട്ടുണ്ട്. ആ കേട്ട് പഠിച്ചതായ ഭാഗങ്ങളാണ് എന്നും എൻ്റെ മനസ്സിൽ നിൽക്കുന്നത്, ഞാനത് ചൊല്ലുന്നത്. അങ്ങനെ വളരെ നല്ല ഓർമ്മകൾ അച്ഛൻ വളരെ സമ്മാനിച്ചിട്ടുണ്ട്. വേറൊരു സംഭവം ഞാൻ ഓർക്കുകയാണ്. ഞാൻ അച്ഛനായതിനു ശേഷം നമ്മുടെ പള്ളിയിൽ ആദ്യമായി കുർബാന ചൊല്ലുവാനായി വരുന്നതായ ദിവസം, ഇന്ന് രാവിലെ ഞാൻ അവിടെ എത്തി. ഞാൻ എൻ്റെ ബാഗ് പള്ളിയുടെ മധുവായുടെ തെക്ക് ഭാഗത്തുള്ളതായ മുറികൾ കൊണ്ടുവെക്കുവാനായിട്ട് വന്നപ്പോൾ പന്നിയ ജോസഫച്ചൻ അവിടെ ഇരുന്ന് കുർബാനയപ്പം ഉണ്ടാക്കുകയാണ്. അന്ന് ജോർജ് കുട്ടിച്ചായന് എന്തോ കാരണത്താല് വരാൻ സാധിച്ചില്ല, പുള്ളി നേരത്തെ വന്നില്ല. അപ്പോൾ അച്ഛനാണ് അവിടെ രാവിലെ വന്നിരുന്ന് കുർബാനയപ്പം ഉണ്ടാക്കുന്നത്. ഞാൻ നോക്കിയപ്പോൾ അച്ഛൻ്റെ കയ്യിൽ ഒരു കുഴൽ വെച്ചിട്ട് അച്ഛൻ ഇങ്ങനെ ചട്ടിയിലെ ചിരട്ടക്കനല് തീയെ ഊതിപ്പെരുപ്പിച്ച് ചട്ടുകം പഴുപ്പിച്ച് അതിൽ അപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അച്ഛനെയാണ് കാണാൻ സാധിച്ചത്. അപ്പൊ ആ ഒരു പിക്ചർ ഒരിക്കലും എൻ്റെ മനസ്സിൽ നിന്ന് മായാത്തതായ ഒരു ചിത്രം. എൻ്റെ ശിഷ്യൻ ആരാധന നടത്തുവാൻ വരുമ്പോൾ അതിനു വേണ്ടി കുർബാനയപ്പം ഉണ്ടാക്കുന്ന ഒരു വൈദിക ശ്രേഷ്ഠൻ എന്നുള്ള നിലയിൽ അച്ഛനെ അന്ന് എനിക്ക് കാണുവാനായിട്ട് സാധിച്ചു. ഒരുപാട് നല്ല മെമ്മറികൾ എൻ്റെ മനസ്സിൽ തിങ്ങി നിൽക്കുകയാണ്. അതുപോലെ അച്ഛൻ അറിയാതെ തന്നെ അച്ഛനിൽ നിന്നാണ് ഞാൻ എൻ്റെ പൗരോഹിത്യത്തിലേക്കുള്ളതായ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുത്തിട്ടുള്ളത്. അന്നും ഞാൻ അച്ഛനെ കണ്ടിട്ടുള്ളത് എൻ്റെ ഗുരുവും മൽപ്പാനുമായിട്ടാണ്. എന്നും പ്രാർത്ഥനയിൽ, വിശുദ്ധ കുർബാനയിൽ ഗുരുവിൻ്റെയും മൽപ്പാൻ്റെയും സ്ഥാനത്ത് ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന വന്യാച്ഛന് എല്ലാ ദൈവിക അനുഗ്രഹങ്ങളും ദൈവം നൽകട്ടെ. അച്ഛൻ്റെ ഇനിയുള്ള സ്വർഗത്തിലെ ജീവിതത്തിലേക്ക് അച്ഛൻ എല്ലാവിധമായ അനുഗ്രഹങ്ങളും ദൈവം നൽകട്ടെ. തൻ്റെ വിശുദ്ധന്മാരോടുകൂടെ തന്നെ ശുശ്രൂഷിച്ചിട്ടുള്ളതായ സകല നീതിമാന്മാരോടും പുണ്യവാന്മാരോടും ഒരുമിച്ചുള്ളതായ അവകാശത്തിനും ഓഹരിക്കും അച്ഛനെ യോഗ്യനാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ഞങ്ങളുടെ അനുശോചനം എല്ലാവരെയും, ഇടവകയെയും വീട്ടുകാരെയും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ. അച്ഛനെയും കുടുംബത്തെയും പ്രാർത്ഥനയിൽ ഓർക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.